ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും ജീവിതത്തിൽ സുഖവുമുണ്ടാവും, ദുഃഖവുമുണ്ടാവും. സുഖം മാത്രമായോ ദുഃഖം മാത്രമായോ ഒരു വ്യക്തിയെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതിനെ രണ്ടിനെയും ഒരേപോലെ കാണാനുള്ള കഴിവാണ് നാം നേടേണ്ടത്. സന്തോഷം വരുമ്പോൾ അത്യാഹ്ലാദമോ ദുഃഖം വരുമ്പോൾ പതറിപ്പോവുകയോ രണ്ടും ചെയ്യരുത് എന്നാണ്. സന്തോഷം വരും, അതുപോലെ അത് പോകും. ദുഃഖവും വരും, അതും പോകും. അതുകൊണ്ട് രണ്ടിലും നമ്മൾ മനസ്സ് ചലിപ്പിക്കരുത് എന്നാണ്. സന്തോഷം സന്താപം ഈ രണ്ടിലും അന്തരംഗം ചലിക്കാതെ വയ്ക്കൂ. ഹന്ത നിന്നാലോചന താനതിന്നൊരു ബന്ധു 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 ബന്ധുവാണേ. സന്തോഷം സന്താപം ഈ രണ്ടിലും, സന്തോഷം വരുമ്പോഴും സന്താപം വരുമ്പോഴും അന്തരംഗം ചലിക്കാതെ വയ്ക്കൂ. അന്തരംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇവ അന്ധക്കരണങ്ങളൊന്നും തന്നെ. അന്തരംഗം അകത്ത് ചാവല്യം ഉണ്ടാവരുത്, ചലിക്കാതിരിക്കൂ. സന്തോഷം സന്താപം ഈ രണ്ടിലും അന്തരംഗം ചലിക്കാതെ വയ്ക്കൂ. ഹന്ത നിന്നാലോചന താൻ അതിനൊരു. നമ്മുടെ ആലോചന അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി സന്തോഷം വരുമ്പോൾ ഇതിൽ അത്യാഹ്ലാദം വേണ്ട, സങ്കടം വരുമ്പോൾ ഇതിൽ നിരാശപ്പെടുകയും വേണ്ട എന്ന് ആലോചനയോടുകൂടി രണ്ടിനെയും നോക്കിക്കാണാൻ പഠിക്കണം. രണ്ടും വരികയും പോവുകയും ചെയ്യുന്നതാണ്. ഒന്നും ഇവിടെ സ്ഥായിയല്ല എന്ന് എപ്പോഴും നാം നമ്മോട് തന്നെ വിചിന്തനം ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് നമ്മുടെ ആ ആലോചന ആണ് നമുക്ക് ഏറ്റവും ഉറ്റ ബന്ധുവായിരിക്കുന്നത്. ഹന്ത നിന്നാലോചന താനതിന്നൊരു. നമ്മുടെ ആലോചനയാണ് അതിന് വലിയ ബന്ധുവായിരിക്കുന്നത്. നമ്മെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നത് ആരോ അവരാണ് നമ്മുടെ ബന്ധു. നമുക്ക് ദുഃഖത്തിന് കാരണം ഉണ്ടാക്കുന്നത് ആരോ അവരാണ് നമ്മുടെ ശത്രു. ശത്രുക്കൾ എപ്പോഴും നമ്മെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. ബന്ധുക്കൾ എപ്പോഴും നമ്മെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടിരിക്കും. ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരെ ബന്ധുക്കളെന്നും എപ്പോഴും നമ്മെ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ ശത്രുക്കളെന്നും പറയുന്നു. അതാരാണോ നമ്മെ ദുഃഖിപ്പിക്കുന്നത് അതെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. എന്നാൽ ഇത് രണ്ടിലും നമ്മുടെ മനസ്സ് കലങ്ങാതെ തുല്യമായി കാണാനാണ് പഠിക്കേണ്ടത്. കാരണം ഇത് രണ്ടും വരും. സന്തോഷം ഉണ്ടാവും, സന്താപം ഉണ്ടാവും. അപ്പോഴൊക്കെ മനസ്സിനെ ഒരേ സമനിലയിൽ നിർത്താനുള്ള അഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അത് നിത്യജീവിതത്തിൽ നമ്മൾ പരിശീലിച്ച് എടുക്കേണ്ടതാണ്. സന്തോഷം സന്താപം ഈ രണ്ടിലും അന്തരംഗം ചലിക്കാതെ വയ്ക്കൂ. ഹന്ത നിന്നാലോചന താനതിന്നൊരു ബന്ധു 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 ബന്ധുവാണ്. ഈ സുഭാഷിത രത്നത്തെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ മാത്രമേ നമുക്ക് ഇത് രണ്ടിനെയും ഒരേപോലെ കാണാൻ നമ്മൾ അഭ്യസിക്കണം. അതാണ് ജീവിതത്തിൽ നമ്മൾ ഈ ശ്ലോകം കാണാപ്പാഠം പഠിച്ചത് കൊണ്ടായില്ല. നമുക്ക് ദുഃഖം വരും അപ്പോഴും, നമുക്ക് സന്തോഷം വരും അപ്പോഴും ഒരേപോലെ കാണാൻ നമ്മൾ അഭ്യസിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അന്തരംഗം ചലിക്കാതെ ഇരിക്കുകയുള്ളൂ. ഇത് നിത്യജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതും അതിൽ ചലിക്കാതെ ഇരിക്കേണ്ടതും. അതിനാൽ ഇത് നമുക്കൊന്നുകൂടി ചൊല്ലാം. സന്തോഷം സന്താപം ഈ രണ്ടിലും അന്തരംഗം ചലിക്കാതെ വയ്ക്കൂ. ഹന്ത നിന്നാലോചന താനതിന്നൊരു ബന്ധു 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 ബന്ധുവാണ്.